തിയറം 15 സബ്സ്റ്റിറ്റ്യൂഷൻ തിയറമാണ്. നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ അവസാനത്തെ തിയറമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ തിയറം. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു തിയറമാണ്. നമ്മൾ എപ്പോഴും ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാറില്ലേ. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പം സൈൻ റൂട്ട് എക്സ് ഒക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ റൂട്ട് എക്സ് ഈക്വൽ ടു ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അല്ലേ, നമ്മൾ റൂട്ട് എക്സ് സപ്പോസ് നമുക്കിതാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അതിനെ സൈൻ ടി എന്നിട്ട് റൂട്ട് എക്സ് ഈക്വൽ ടു ടി എന്ന് കൊടുത്താൽ 1/2 റൂട്ട് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. എന്നിട്ട് നമ്മളപ്പോൾ എന്താ ഡി എക്സിന് പകരം 2 റൂട്ട് എക്സ് ഡി ടി വരും. അപ്പോൾ നമ്മളതിനെ 2t ഡി ടി, അപ്പം സൈൻ ടി ഇൻറ്റു 2t ഡി ടി എന്ന് വരും. സൈൻ റൂട്ട് എക്സ് ഡി എക്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇൻ്റഗ്രൽ സൈൻ ടി ഇൻറ്റു 2t ഡി ടി സബ്സ്റ്റിറ്റ്യൂഷൻ തിയറത്തിൽ നമ്മൾ ചെയ്യുന്ന അതേ പ്രോസസ്സ്. അതാണ് നമ്മളിവിടെ തിയറമായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ തിയറം നമ്മളിവിടെ തിയറമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പം ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനെയാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറമായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറം എന്താണെന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഒരു ഇൻ്റർവൽ ഡിഫൈൻ ചെയ്യണം. ക്ലോസ്ഡ് ഇൻ്റർവൽ ആൽഫ ബീറ്റ എന്നുള്ളൊരു ഇൻ്റർവൽ ഡിഫൈൻ ചെയ്യുവാണ്. എന്നിട്ട് ഫൈ എന്ന് പറയുന്ന ആ ക്ലോസ്ഡ് ഇൻ്റർവൽ ആൽഫ ബീറ്റയിൽ നിന്നുള്ള ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. ഫൈ ഹാവ് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഓൺ ജെ. ഫൈ ഹാവ് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്. ഫൈയുടെ ഡെറിവേറ്റീവുകളെല്ലാം കണ്ടിന്യൂസ് ആണ്. ആൻഡ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ഐ ടു ആർ. ഫൈ ഓഫ് ജെ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ ആണ്. അപ്പം എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ഐ ടു ആർ എന്ന് പറയുമ്പോൾ ഫൈ ഓഫ് ജെയിൽ നിന്നും ഇത് ഡിഫൈൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ഐ ടു ആർ ഈസ് കണ്ടിന്യൂസ് ഓൺ ആൻ ഇൻ്റർവൽ ഐ കണ്ടെയ്നിങ് ഫൈ ഓഫ് ജെ. ഓൺ ആൻ എഫ് കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. ആ ഐ എന്ന് പറയുന്നത് കണ്ടെയ്നിങ് ഫൈ ഓഫ് ജെ ആണ്. അപ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഐ എന്ന് തന്നിട്ടുണ്ട്. എഫ് കണ്ടിന്യൂസ് ഓൺ ഐ ആണ്. എഗെയിൻ ഫൈ ഓഫ് ജെ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ. ഇത്രയും കണ്ടീഷൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി, എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി ഡി ടിയുടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫൈ ഓഫ് ആൽഫ ടു ഫൈ ഓഫ് ബീറ്റ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് ഇവിടെ തിയറം പറയുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറത്തിൻ്റെ കണ്ടീഷനുകൾ ഒന്നും കൂടെ പറയാം. നമുക്ക് ആദ്യം ആൽഫ ബീറ്റ എന്നൊരു ക്ലോസ്ഡ് ഇൻ്റർവൽ. ആ ക്ലോസ്ഡ് ഇൻ്റർവലിൽ ഫൈ എന്നുള്ള ഫംഗ്ഷന് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്ലോസ്ഡ് ഇൻ്റർവലിൽ ഫൈക്ക് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫൈ ഓഫ് ജെയുടെ റേഞ്ച് സെറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവലാണ് ഐ. അപ്പോൾ എഫ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ആൻഡ് ഇൻ്റർവൽ ഐ കണ്ടെയ്നിങ് ഫൈ ഓഫ് ജെ. അപ്പോൾ എഫ് ഇസ് എ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ഐ ആൻഡ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഫൈ ഓഫ് ജെ എന്ന് പറയും. കാരണം ഫൈ ഓഫ് ജെ ഈ ഐക്കകത്തുണ്ട്. എഫ് കണ്ടിന്യൂസ് ഓൺ ഐ ആയതുകൊണ്ട് എഫ് കണ്ടിന്യൂസ് ഓൺ ഫൈ ഓഫ് ജെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫൈവിന് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഫ് കണ്ടിന്യൂസ് ഓൺ ഐ ആണ്. അങ്ങനെയാണ് എങ്കിൽ ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്ന ഇൻ്റഗ്രൽ ഫൈ ഓഫ് ആൽഫ ടു ഫൈ ഓഫ് ബീറ്റ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സബ്സ്റ്റിറ്റ്യൂഷൻ തിയറത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. അതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നമ്മൾ എഫ് ഓഫ് എക്സിന് ഡിഫൈൻ ചെയ്യും. എഫ് ഓഫ് എക്സിന് ഇൻഡെഫിനിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർവൽ ഐയിലെടുക്കുക. നമ്മൾ ഇൻ്റർവൽ എഫ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സാധാരണ എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ഐ ടു ആർ ആണ്. എന്നിട്ട് ഫൈ ഓഫ് ജെ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈ ഓഫ് ജെയ്ക്കകത്ത് എന്താണ് ഫൈ ഓഫ് ആൽഫ തൊട്ട് ഫൈ ഓഫ് ആൽഫയുടെ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയ്ക്കുള്ള എല്ലാ എലമെൻറ്റുകളുടെയും ഇമേജുകൾ ഫൈ ഓഫ് ജെയ്ക്കകത്ത് വരും. അപ്പോൾ നമ്മൾ എഫിൻ്റെ അകത്ത് ഈ ഫൈ ഓഫ് ആൽഫ ഉണ്ട്, ഫൈ ഓഫ് ബീറ്റ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കത്തെ എല്ലാം ഇമേജ് സെറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് യു എന്നും പറഞ്ഞ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. ബേസ് പോയിൻറ്റ് ഫൈ ഓഫ് ആൽഫയിൽ തുടങ്ങുന്നത് പോലെ ഫൈ ഓഫ് ആൽഫ തൊട്ട് യു വരെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ഫൈ ഓഫ് ആൽഫ എന്ന് എടുത്താൽ ഫൈ ഓഫ് ആൽഫ തൊട്ട് യു വരെ എഫ് ഡി എക്സ് എന്ന് നമ്മൾ ഫോർ യു എലമെൻറ്റ് ഓഫ് ഐ ക്ലോസ്ഡ് ഇൻ്റർവൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻ്റർവൽ ഐക്കകത്തെ ഒരു പോയിൻ്റാണ് യു എങ്കിൽ അതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എഫ് ഓഫ് യു ഈസ് ഡിഫൈൻഡ് ആസ് ബേസ് പോയിന്റ് നമ്മൾ ഫൈ ഓഫ് ആൽഫ ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഫൈ ഓഫ് ആൽഫ ടു യു എഫ് ഡി എക്സ് ഫോർ യു എലമെൻറ്റ് ഓഫ് ഐ. ഇനി തന്നിട്ടുണ്ട് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഐ എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എഫ് കണ്ടിന്യൂസ് ഓൺ ഫൈ ഓഫ് ജെ ആയിരിക്കും. കാരണം ഫൈ ഓഫ് ജെ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ. എഫ് കണ്ടിന്യൂസ് ഓൺ ഐ ആണ്. അതുകൊണ്ട് എഫ് കണ്ടിന്യൂസ് ഓൺ ഫൈ ഓഫ് ജെ എന്ന് നമുക്ക് പറയാം. കണ്ടിന്യൂസ് ആയതുകൊണ്ട് റീമാൻ ഇൻ്റഗ്രൽ ആണെന്ന് പറയാമല്ലോ. അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഈസ്
റീമാൻ ഇൻ്റഗ്രൽ ഓവർ ഐ എന്ന് നമുക്ക് പറയാൻ പറ്റും. എഫ് റീമാൻ ഇൻ്റഗ്രൽ ഓവർ ദ ഇൻ്റർവൽ ഐ ആണ്. അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ ഫൈ ഓഫ് ജെ ആണെന്നും പറയാമല്ലോ. എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രൽ ഓവർ ഫൈ ഓഫ് ജെ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. നമ്മൾ ആദ്യം ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എഫ് ഡിഫൈൻ ചെയ്തു. ഫൈ ഓഫ് ആൽഫയിൽ ബേസ് പോയിന്റ് വരുന്നത് പോലെ നമ്മൾ ഫൈ ഓഫ് ആൽഫ ടു യു എഫ് ഡി എക്സ് നമ്മൾ അതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തു. പിന്നെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് എഫ് കണ്ടിന്യൂസ് ഓൺ ഐ. ഐയുടെ ഒരു സബ്സെറ്റാണ് ഫൈ ഓഫ് ജെ. ഐയിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഫൈ ഓഫ് ജെയിലും കണ്ടിന്യൂസ്. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ഓൺ ഐ ആൻഡ് എഫ് കണ്ടിന്യൂസ് ഓൺ ഫൈ ഓഫ് ജെ എന്ന് കിട്ടും. ഇനി എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ ഐ. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ ദ ഇൻ്റർവൽ ഐ എന്ന് നമ്മൾ പറഞ്ഞിട്ട് എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് റീമാൻ ഇൻ്റഗ്രൽ ഓവർ ഐ. കണ്ടിന്യൂസ് ഓൺ ഫൈ ഓഫ് ജെ ആയതുകൊണ്ട് എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രൽ ഓവർ ദ ഇൻ്റർവൽ ഫൈ ഓഫ് ജെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് നമ്മൾ തിയറം 14 നമ്മൾ അവിടെ ഞാൻ നോട്ടിൽ അറിയാതെ 7.36 അതാണ് ടെക്സ്റ്റ് ബുക്കിലെ നമ്പർ ഇട്ടതാണ്. നമ്മുടെ തിയറം 14 ആണ് ഉദ്ദേശിക്കുന്നത്. തിയറം 14 പറയുന്നത് എന്താണ്? എഫ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവൽ ദെൻ ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിഫൈൻഡ് ബൈ ഇൻ്റഗ്രൽ എ ടു ഇസഡ്. എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും ആൻഡ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഇവിടെ എഫ് കണ്ടിന്യൂസ് ആണ് അല്ലേ? എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് നമുക്ക് കിട്ടി. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആണ്, എഫ് റീമാൻ. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തിയറം 14 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഐ ആൻഡ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ എന്ന് പറയാലോ. എഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. എഫ് കണ്ടിന്യൂസ് ഓൺ ഐ യു ആണ്. എഫ് കണ്ടിന്യൂസ് ഓൺ ഫൈ ഓഫ് ജെ. എഫ് കണ്ടിന്യൂസ് ഓൺ ഐ ആണ് എങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ എഫിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ആയിരിക്കും. അത് നമ്മൾ തിയറം 14 ആണ്. നോട്ടിൽ ഞാൻ 7.3.6 നിൽക്കുന്നത് തിയറം 14 ആണ്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഐ ആൻഡ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ എന്ന് പറയാം. ഇത് നമ്മുടെ ഇതിനെ ഇക്വേഷൻ 1 എന്നെടുത്തു, ഇതിനെ ഇക്വേഷൻ 2 എന്നെടുത്തു. ഇത് നമുക്ക് കിട്ടിയത് നമ്മുടെ തിയറം 14 വെച്ചിട്ടാണ്. ഇനി നമ്മൾ ഒരു പുതിയ ഫംഗ്ഷൻ എച്ച് ഓഫ് ടി ഡിഫൈൻ ചെയ്യുവാണ്. എഫ് ഓഫ് ഫൈ ഓഫ് ടി എന്ന് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. എച്ച് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ഫൈ ഓഫ് ടി ഫോർ ടി എലമെൻറ്റ് ഓഫ് ജെ. ടി എലമെൻറ്റ് ഓഫ് ജെ അല്ലെങ്കിൽ ഫൈ ഓഫ് ടി എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ നമുക്ക് പറയാം. അപ്പോൾ എച്ച് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ഫൈ ഓഫ് ടി നമ്മൾ ഈ തന്നിട്ടുണ്ട്. ഗിവൺ ദാറ്റ് ഫൈ ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ജെ അല്ലേ? എഫ് ഫൈക്ക് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ജെയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈ ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ജെ ആണ്. അതുകൊണ്ട് നമുക്ക് ഫൈ ഡിഫറൻഷ്യബിൾ ഓൺ ജെ ആണ്. എഫ് ഡിഫറൻഷ്യബിൾ ഓൺ എഫ് നോക്കിയേ, എഫിൻ്റെ കേസിലാണ് എങ്കിൽ എഫ് ഡാഷ് ഫൈ ഓഫ് ജെയിൽ മൊത്തം ഡിഫറൻഷ്യബിളാണ്. അപ്പോൾ ഫൈ ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ജെ. ടി എലമെൻറ്റ് ഓഫ് ജെ ആണെങ്കിൽ ഫൈ ഡിഫറൻഷ്യബിൾ ആണ്. ഇനി ഫൈ ഓഫ് ജെയിലെ ഇപ്പോൾ ടി എലമെൻറ്റ് ഓഫ് ജെ എന്ന് പറയുമ്പോൾ ഫൈ ഓഫ് ടി എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ ആണല്ലോ. നമുക്കറിയാം എക്സ് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ ആണെങ്കിൽ എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എഫ് ഓഫ് ഫൈ ഓഫ് ടി എന്ന് പറയുമ്പോൾ ഈ ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് ജെയിലെ എലമെൻറ്റ് ആയതുകൊണ്ട് എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫൈ ഡിഫറൻഷ്യബിൾ ഓൺ ജെ ആയതുകൊണ്ട് ഓൺ ജെ ആണ്. എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ഫൈ ഓഫ് ജെയുമാണ്. ഫൈ ഡിഫറൻഷ്യബിൾ ഓൺ ജെ ആൻഡ് എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ഫൈ ഓഫ് ജെ ആയതുകൊണ്ട് ചെയിൻ റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? എച്ച് ഡാഷ് ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യും ആൻഡ് വിൽ ബി ഈക്വൽ ടു നമ്മൾ എഫ് ഓഫ് ഫൈ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി എന്ന് നമുക്ക് പറയാമല്ലോ. നമ്മുടെ ചെയിൻ റൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. എച്ച് ഓഫ് ടി എന്നുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി. അപ്പോൾ ഇത്രയും നമ്മളൊന്നും കൂടെ പറയുവാണ്. നമ്മൾ ആദ്യം ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എഫ് ഓഫ് യു ബേസ് പോയിൻറ്റ് ഫൈ ആൽഫ വരുന്നതോടെ ഡിഫൈൻ ചെയ്തു. ഇവിടെ എഫ് കണ്ടിന്യൂസ് ഓൺ ഐ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈ ഓഫ് ജെ ഐയുടെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് എഫ് കണ്ടിന്യൂസ് ഓൺ ഫൈ ഓഫ് ജെയും ആയിരിക്കും. എഫ് കണ്ടിന്യൂസ് ഓൺ ഫൈ ഓഫ് ജെ ആയതുകൊണ്ട് നമുക്ക് തിയറം 14 അനുസരിച്ച് എഫ് ഡാഷ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ. കണ്ടിന്യൂസ് ഓൺ ഐ ആയതുകൊണ്ട് എഫ് ഡാഷ് ഈക്വൽ ടു സ്മോൾ എഫ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഐ എന്നും കിട്ടി. ഇനി എഫ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ ആണെങ്കിലുണ്ട്. നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ എച്ച് ഓഫ് ടി ഡിഫൈൻ ചെയ്യുകയാണ്. എഫ് ഓഫ് ഫൈ ഓഫ് ടി വേർ ടി എലമെൻറ്റ് ഓഫ് ജെ. ടി എലമെൻറ്റ് ഓഫ് ജെ എന്ന് പറയുമ്പോൾ ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് ഫൈ ഓഫ് ജെയിലെ എലമെൻറ്റാണ്. ഫൈ ഓഫ് ടി എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എച്ച് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ഫൈ ഓഫ് ടി ആണ്. അതിൽ ഫൈ എന്ന് പറയുന്ന ഡിഫറൻഷ്യബിൾ ഓൺ ജെ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈ ഓഫ് ടി
എന്ന് പറയുന്നത് ഫൈ ഓഫ് ജെയിലെ എലമെൻ്റാണ്. അപ്പോൾ ഇത് എഫ് ഓഫ് ഫൈ ഓഫ് ടി എന്ന് പറയുമ്പോൾ അത് ഫൈ ഓഫ് ജെ എക്സ് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ ആണെങ്കിൽ എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ഫൈ ഓഫ് ടി എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ ആയതുകൊണ്ട് എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫൈ ഡിഫറൻഷ്യബിൾ ആണ്, എഫും ഡിഫറൻഷ്യബിൾ ആണ്. ഫൈ ഡിഫറൻഷ്യബിൾ ഓൺ ജെ ആൻഡ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഫൈ ഓഫ് ജെ. എഫ് ഡിഫറൻഷ്യബിൾ നോക്കിയാൽ എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ. അപ്പോൾ എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ഫൈ ഓഫ് ജെ എന്ന് നമുക്ക് പറയാം. ഫൈ ഡിഫറൻഷ്യബിൾ ഓൺ ജെ, എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ഫൈ ഓഫ് ജെ ആയതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ചെയിൻ റൂൾ അനുസരിച്ച് എന്താണ് എഫ് ഡാഷ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ഈ സൈഡ് വെച്ച് പറയുവാണെങ്കിൽ എച്ച് ഡാഷ് ഓഫ് ടി. അപ്പോൾ എച്ച് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടിന്. ഇനി എഫ് ഡാഷ് ഓഫ് ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ഫൈ ഓഫ് ടി അല്ലേ, ഇക്വേഷൻ 2 വെച്ചിട്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി ഫ്രം ഇക്വേഷൻ 2. 2ൽ നിന്ന് നമുക്ക് എഫ് ഡാഷ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി എന്ന് പറയാം. ഫോർ ടി എലമെൻറ്റ് ഓഫ് ജെ. ടി എലമെൻറ്റ് ഓഫ് ജെ ആണെങ്കിൽ എച്ച് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി എന്ന് പറയാം. അപ്പോൾ നമ്മൾ എച്ച് ഓഫ് ടി ഡിഫൈൻ ചെയ്തതിന് ഇക്വേഷൻ 3 എന്നും എച്ച് ഡാഷ് ഓഫ് ടിയെ നമുക്ക് 4 എന്നും എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തു, പിന്നെ തിയറം 14 വെച്ചിട്ട് എഫ് ഡാഷ് സ്മോൾ എഫ് എന്ന് പറഞ്ഞു, പിന്നെ നമ്മളൊരു പുതിയ ഫംഗ്ഷൻ എച്ച് ഓഫ് ടി ഡിഫൈൻ ചെയ്തു, എഫ് ഓഫ് ഫൈ ഓഫ് ടി. ഇനി എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ഫൈ ഓഫ് ജെ ആൻഡ് ഫൈ ഡിഫറൻഷ്യബിൾ ഓൺ ജെയു ആയതുകൊണ്ട് ചെയിൻ റൂൾ വെച്ചിട്ട് ഇത് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ അതിന് നമുക്ക് എച്ച് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ദിസ് എന്ന് പറയാം. എച്ച് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ അപ്പോൾ ഇതിനെ ഇക്വേഷൻ 4 വെച്ചു. ഇനി നമ്മൾ ഇൻ്റഗ്രൽ ഫൈ ആൽഫ ടു ഫൈ ബീറ്റ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡിഫൈൻ ചെയ്യാം. നമ്മൾ ഇക്വേഷൻ 1ൽ എഫ് ഓഫ് യു ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫൈ ഓഫ് ആൽഫ ടു യുവിനെ ഫൈ ഓഫ് ആൽഫ ടു യു ഇൻ്റഗ്രൽ എഫിനെയാണ് നമ്മൾ എഫ് ഓഫ് യു എന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അങ്ങനെയാകുമ്പം ഈ ഫൈ ഓഫ് ആൽഫ ടു ഫൈ ഓഫ് ബീറ്റ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഓഫ് ഫൈ ബീറ്റ അല്ലേ. ഇക്വേഷൻ 1 അനുസരിച്ച് ഇൻ്റഗ്രൽ ഫൈ ഓഫ് ആൽഫ ടു ഫൈ ഓഫ് ബീറ്റ എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എഫ് ഓഫ് ഫൈ ബീറ്റ അത് എവിടെ നിന്നാണ്, ഫ്രം 1ൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. ഇനി എഫ് ഓഫ് ഫൈ ടി എന്ന് പറയുന്നത് എച്ച് ഓഫ് ടി അല്ലേ. എഫ് ഓഫ് ഫൈ ടി എച്ച് ഓഫ് ടി ആയതുകൊണ്ട് എഫ് ഓഫ് ഫൈ ബീറ്റ എന്ന് പറയുന്നത് എച്ച് ഓഫ് ബീറ്റയാണ്. നമുക്കതിനെ എച്ച് ബീറ്റ എന്ന് വിളിക്കാം. ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ബീറ്റ. ഇതിനെ ഇക്വേഷൻ 5. നമുക്ക് ഇൻ്റഗ്രൽ ഫൈ ആൽഫ ടു ഫൈ ബീറ്റ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എച്ച് ബീറ്റ എന്ന് കിട്ടി. നമുക്ക് കിട്ടുന്നത് ഡെഫിനിഷൻ അനുസരിച്ച് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ ഡിഫൈൻ ചെയ്തതിനനുസരിച്ച് എഫ് ഓഫ് ഫൈ ബീറ്റ ആണ്. ഇനി എഫ് ഓഫ് ഫൈ ടി എന്ന് പറയുന്നത് എച്ച് ടി ആയതുകൊണ്ട് എഫ് ഓഫ് ഫൈ ബീറ്റ നമുക്ക് എച്ച് ബി എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഇക്വേഷൻ 5 എന്ന് കിട്ടി. ഇനി എഫ് കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. ഫൈയുടെ ഡെറിവേറ്റീവ് ഫൈ ഡാഷ് കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. എഫും കണ്ടിന്യൂസ് ആണ്, ഫൈയും കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി പ്രൊഡക്റ്റ് ഓഫ് 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. ഇതും കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എഫ് കണ്ടിന്യൂസ് ആണെന്നും ഫൈയുടെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എഫും ഫൈ ഡാഷും കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഇൻറ്റു ഫൈ ഡാഷ് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം എഫ് ഇൻറ്റു ഫൈ ഡാഷ് കണ്ടിന്യൂസ് ആണ്. അത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യുന്നു. കണ്ടിന്യൂസ് ഫംഗ്ഷനുകളെല്ലാം റീമാൻ ഇൻ്റഗ്രബിൾ ആണല്ലോ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രൽ ആയതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇത് എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും ഓവർ ജെ. ഇറ്റ് ഈസ് റീമാൻ എഫ് ഓഫ് ഫൈ ഓഫ് ടി എന്നുള്ളത് ടി ഡിഫൈൻ ഓവർ ജെ ആണ്. അപ്പം എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാം. റീമാൻ ഇൻ്റഗ്രബിൾ എന്ന് പറയുമ്പോൾ നമുക്കതിന് എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യും. ഇൻ്റഗ്രബിൾ എന്ന് പറയുമ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എച്ച് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ്. എച്ച് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചേക്കുന്നതാണ്. അപ്പം എച്ച് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ നമുക്ക് കിട്ടി എച്ച് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 4ൽ നിന്ന് നമുക്ക് എഫ് ഓഫ് ഫൈ ഓഫ് ടി എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി ആണ്.
എച്ച് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി ആണ്. അപ്പം ഫണ്ടമെൻ്റൽ അപ്പം നമുക്ക് ആൽഫ ടു ബീറ്റ ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എച്ച് ഡാഷ് ആണ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് വേണ്ടത് നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം അനുസരിച്ച് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ഫണ്ടമെൻ്റൽ തിയറം ഫസ്റ്റ് പാർട്ട് അനുസരിച്ച് നമുക്കതിനെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയാം. സെക്കൻഡ് പാർട്ട് അനുസരിച്ചാണ് എങ്കിൽ സെക്കൻഡ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഫസ്റ്റ് ഫോം അല്ല, സെക്കൻഡ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സെക്കൻഡ് ഫോം അനുസരിച്ചാണ് എങ്കിൽ നമുക്ക് സെക്കൻഡ് ഫോം വെച്ചിട്ട് സെക്കൻഡ് ഫോമിൽ നമ്മൾ അവിടെ പറയുന്നത് എന്താണ്, നമ്മളവിടെ നമുക്ക് സ്മോൾ എഫും ക്യാപിറ്റൽ എഫും ആണ് വരുന്നത്. ക്യാപിറ്റൽ എഫ് നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ, സെക്കൻഡ് ഫോമിൽ പറയുന്നത് എഫ് നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ് എങ്കിൽ, എഫ് കണ്ടിന്യൂസ്, എഫ് റീമാൻ ഇൻ്റഗ്രലും കണ്ടിന്യൂസും ആണ് എങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ആൻഡ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സി എന്നാണ് ഫണ്ടമെൻ്റൽ തിയറം പറയുന്നത്. അവിടെ നമ്മൾ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ടു ഇസഡ് എഫ് എന്ന് ഡിഫൈൻ ചെയ്തത്. അപ്പം നമ്മൾ സെക്കൻഡ് ഫോമിൽ നമുക്ക് സ്മോൾ എഫും ക്യാപിറ്റൽ എഫിൻ്റെയും കാര്യം നമ്മൾ പറയുന്നത് എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് റീമാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ക്യാപിറ്റൽ എഫ് നമുക്ക് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലായിട്ട് ഡിഫൈൻ ചെയ്താൽ എഫ് ഡാഷ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സി ആയിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് സി നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്മോൾ എഫിന് പകരം നമുക്കുള്ള ഫംഗ്ഷൻ ഇതാണ്. ഈ ഫംഗ്ഷൻ റീമാൻ, അപ്പോൾ സ്മോൾ എഫിന് പകരമുള്ള നമ്മുടെ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ ജെ ആണ്. അത് റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ, അപ്പോൾ ആദ്യത്തെ കണ്ടീഷനായി. അപ്പോൾ നമ്മുടെ ഇവിടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലായിട്ട് ആക്ട് ചെയ്യുന്നത് എന്താ, എഫ് ഡാഷ് ഈക്വൽ ടു സ്മോൾ എഫിൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ എഫ് ഡാഷ് ക്യാപിറ്റൽ എഫ് ഡാഷിന് പകരമുള്ള ഫംഗ്ഷനാണ് എച്ച് ഡാഷ്. ഇവിടെ നമുക്ക് എച്ച് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി എന്ന് പറയാം. അതായത് നമ്മുടെ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സി ഫോമിലാണ് ഈ എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു ഫോമിൽ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ഫണ്ടമെൻ്റൽ തിയറം വെച്ചിട്ട് നമുക്ക് സ്മോൾ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്, എഫ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും ആണ് എങ്കിൽ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സി ഫോമിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ അത് ആ ഒരു ഫോമല്ലേ കിട്ടിയേക്കുന്നത്. എഫ് ഓഫ് ഫൈ ഓഫ് ടിയും ഫൈ ഡാഷ് ഓഫ് ടിയും കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. റീമാൻ ഇൻ്റഗ്രൽ ആണെന്നുള്ളതാണ് നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ, നമ്മൾ ജെ എന്നുള്ള ഇൻ്റർവൽ ആൽഫ ടു ബീറ്റ ആണ്. അപ്പോൾ ആൽഫ ടു ബീറ്റ എന്നുള്ള ഇൻ്റർവെല്ലിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ എച്ച് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടിയും കിട്ടി. ഇനി നമ്മൾ എച്ച് ഡാഷ് ഓഫ് ടി ഇതായതുകൊണ്ട് എച്ച് ഓഫ് ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി ആയിരിക്കുകയല്ലേ. എച്ച് ഡാഷ് ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എച്ച് ഓഫ് ബീറ്റ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി. ഇതിനെ നമുക്ക് ഇക്വേഷൻ 6 എടുക്കാം. ഇനി ഇവിടെ എച്ച് ഓഫ് ബീറ്റയാണ്, ഇവിടെ എച്ച് ഓഫ് ബീറ്റ. അപ്പോൾ 5ഉം 6ഉം കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പം ഇവിടെ 5 ഇവിടെ 6 രണ്ട് എച്ച് ബീറ്റകളോടും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എച്ച് ബീറ്റ എന്നാണ് ഇക്വേഷൻ 6, which is equal to integral phi alpha to phi beta f of x dx നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. നമുക്ക് എഫ് കണ്ടിന്യൂസ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ജെ എന്നുള്ള ഇൻ്റർവെൽ ആൽഫ ബീറ്റ എന്നുള്ള ഇൻ്റർവെലാണ്. ജെ ഈസ് ആൻ ഇൻ്റർവെൽ ഡിഫൈൻഡ്, ജെ ഈസ് ആൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ ആൽഫ ബീറ്റ and f is continuous on I and f continuous on I and f continuous on phi of j. ഫൈയുടെ കാര്യം നമ്മൾ പറഞ്ഞേക്കുന്നത് ഫൈ ഇസ് എ ഫംഗ്ഷൻ ഹാവിങ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഉള്ളൊരു ഫംഗ്ഷനാണ് ഫൈ. അപ്പം ഫൈ ഓഫ് ജെ എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ഓഫ് ഫൈ ആണ്.
എഫ് കണ്ടിന്യൂസ് ഓൺ ഐ ആയതുകൊണ്ട് എഫ് കണ്ടിന്യൂസ് ഓൺ ഫൈ ഓഫ് ജെയും ആയിരിക്കും. അത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് അത് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് തിയറം 14 വെച്ചിട്ട് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് എന്ന് പറയാൻ പറ്റും ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഐ. എന്നിട്ട് നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ എച്ച് ഓഫ് ടി ഡിഫൈൻ ചെയ്തു. എച്ച് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ഫൈ ഓഫ് ടി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. എച്ച് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ഫൈ ഓഫ് ടി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്താൽ ടി എലമെൻറ്റ് ഓഫ് ജെ ആകുമ്പോൾ ഫൈ ഓഫ് ടി എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ. അപ്പോൾ ഫൈ ഓഫ് ടി എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ ആകുമ്പോൾ എഫ് ഡാഷ് ഈക്വൽ ടു സ്മോൾ എഫ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഡാഷ് ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ എഫ് ഡാഷ് എക്സ് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ ആകുമ്പോൾ ഉണ്ട്. അപ്പോൾ ഫൈ ഓഫ് ടി എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജെ. അപ്പം എഫ് ഡാഷ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്, ഫൈ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ചെയിൻ റൂൾ വെച്ചിട്ട് എച്ച് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഡാഷ് ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി എന്ന് പറയാം. ഇനി എഫ് ഡാഷ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ആയതുകൊണ്ട് അത് ഇത് വെച്ച് റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ഫൈ ഓഫ് ആൽഫ തൊട്ട് ഫൈ ഓഫ് ബീറ്റ എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് എഫ് ഓഫ് ഫൈ ബീറ്റയാണ്. എഫ് ഓഫ് ഫൈ ബീറ്റയെ നമുക്ക് എഫ് ഓഫ് ഫൈ ഓഫ് ടി നമ്മൾ എച്ച് ഓഫ് ടി എന്ന് എടുത്തേക്കുന്നതുകൊണ്ട് എഫ് ഓഫ് ഫൈ ബീറ്റയെ നമുക്ക് എച്ച് ഓഫ് ബീറ്റ എന്ന് എടുക്കാം. ഇനി എഫ് കണ്ടിന്യൂസ് ആണ്, ഫൈ ഡാഷും കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് എഫ് കണ്ടിന്യൂസ് ഓൺ ഫൈ ഓഫ് ജെ ആണ്. ഫൈ ഡാഷിന് ഫൈക്ക് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഉള്ളതുകൊണ്ട് ഫൈ ഡാഷ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇത് ഈ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. ഈ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് വരുന്ന ഫംഗ്ഷനാണ് എച്ച് ഡാഷ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫോമിൻ്റെ അനുസരിച്ച് എഫ് റീമാൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ എഫ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും ആണെങ്കിൽ എഫ് ഡാഷ് ഈക്വൽ ടു സ്മോൾ എഫ്. ഇവിടെ എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ അതിൽ നിന്ന് നമുക്ക് കിട്ടിയത് എന്താ? എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. എച്ച് ഡാഷ് ഓഫ് ടി ഇതുമാണ്. അതുകൊണ്ട് എച്ച് ഓഫ് ബീറ്റ എന്ന് പറയുന്നത് ഇതിനെ ഇൻ്റഗ്രൽ ചെയ്യുന്നതിന് തുല്യമാണല്ലോ. അപ്പോൾ എച്ച് ഓഫ് ബീറ്റ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കിട്ടി. ഇനി എച്ച് ഓഫ് ബീറ്റ നമുക്ക് ഇവിടെ ഇങ്ങനെയും കിട്ടിയിട്ടുണ്ട്. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടായി. ഇനി ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി ഉള്ളൂ ഈ വീഡിയോയിൽ. ഇൻ്റഗ്രൽ 1 to 4 sin root t by root t dt. അപ്പോൾ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫൈ ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ടി എന്ന് എടുത്താൽ ഇവിടുത്തെ ഇൻ്റർവൽ എന്ന് പറയുന്നത് എന്താ? 1, 4 എന്നുള്ള ഇൻ്റർവലാണ്. ഫൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 1/2 റൂട്ട് ടി ഈസ് കണ്ടിന്യൂസ്. ഫൈ ഡാഷ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 1, 4 കാരണം ടി ഈക്വൽ ടു 0 ഇത് ഡിഫൈൻഡ് ആകുന്നത്. 0 ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് ഫൈ ഡാഷ് ഓഫ് ടി കണ്ടിന്യൂസ് ഓൺ ദിസ് ഇൻ്റർവൽ. തന്നിരിക്കുന്ന ഇൻ്റർവൽ ഫൈ ഡാഷ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫൈ ഡാഷ് കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ എഫ് ഓഫ് 2 സൈൻ എക്സ് എടുക്കുക. ഇത് 2 ഇവിടെ മറന്നുപോയാൽ പിന്നെ എടുത്ത് ചെയ്താൽ മതി. എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി നമ്മൾ ചെയ്യുമ്പം എഫ് ഓഫ് ഫൈ ഓഫ് ടി എന്ന് പറയുമ്പം 2 സൈൻ ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് റൂട്ട് ടി 2 സൈൻ റൂട്ട് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ 1/2 റൂട്ട് ടി എഫ് ഓഫ് ഫൈ ഓഫ് ടി എന്ന് പറയുമ്പം എഫ് സൈൻ 2 സൈൻ എക്സ്. അപ്പോൾ 2 സൈൻ റൂട്ട് ടി ഫൈ ഓഫ് ടി റൂട്ട് ടി ആണ് ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ 1/2 റൂട്ട് ടി റൂട്ടും ക്യാൻസൽ ചെയ്തു. അപ്പോൾ അത് സൈൻ റൂട്ട് ടി ബൈ റൂട്ട് ടി ആണ്. അപ്പോൾ ഇതെന്ത് ഫോമാണ്? നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ 1 to 4 എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി ഫോമിലാണ്. അത് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫൈ ഓഫ് ആൽഫ ടു ഫൈ ഓഫ് ബീറ്റ അല്ലേ? നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് അത് ഇൻ്റഗ്രൽ ഫൈ ഓഫ് ആൽഫ ടു ഫൈ ഓഫ് ബീറ്റ എഫ് ഡി എക്സ് ആണ്. ഇവിടെ എഫ് എന്ന് പറയുന്നത് എന്താണ്? 2 സൈൻ എക്സ് ആണ്. അപ്പോൾ ഫൈ ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഇവിടെ 1, ആൽഫ ഈക്വൽ ടു 1, ബീറ്റ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 4 പകരം നമുക്ക് ഇൻ്റഗ്രൽ ഫൈ ഓഫ് 1 to ഫൈ ഓഫ് 4 എഫ് എന്ന് പറയുന്നത് 2 സൈൻ എക്സ് വരും ഡി എക്സ്. ഇനി ഫൈ ഓഫ് 1 എന്ന് പറയുന്നത് റൂട്ട് 1, ഫൈ ഓഫ് 4 എന്ന് പറയുന്നത് റൂട്ട് 4 2 ഇൻറ്റു 2 സൈൻ എക്സ് ഡി എക്സ് വരും. അപ്പോൾ അത് -2 കോസ് എക്സ് ഫ്രം 1 to 2 ഈക്വൽ ടു -2 കോസ് 2 പ്ലസ് 2 കോസ് 1. 2 കോമൺ ആയിട്ട് എടുത്താൽ
കോസ് 1 മൈനസ് കോസ് 2. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പം നമ്മൾ ചെയ്ത സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. നമുക്ക് ഇവിടെ റൂട്ട് ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫൈ ഓഫ് ടീനെ നമ്മൾ റൂട്ട് ടി എന്ന് വിളിച്ചാൽ ഫൈ ഡാഷ് ഓഫ് ടി ഇതാണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 സൈൻ എക്സ് എടുത്താൽ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഇൻ്റഗ്രൽ കിട്ടി. ഇനി നമുക്കറിയാം ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഫൈ ആൽഫ ടു ഫൈ ഓഫ് ബീറ്റ എഫ് ഡി ഡി എക്സ് ആണ്. അപ്പോൾ ഇവിടെ ആൽഫയുടെ സ്ഥാനത്ത് 1 ബീറ്റയുടെ സ്ഥാനത്ത് 4 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇനി അതിൻ്റെ രണ്ടാമത്തെ തന്നേക്കുന്നത് സൈൻ റൂട്ട് ടി ബൈ റൂട്ട് ടി ഇൻ ദ ഇൻ്റർവൽ 0-4. ഇവിടെ നമ്മൾ മുമ്പത്തെ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിന് വേണ്ടി നമ്മൾ യു ഈക്വൽ ടു അല്ലെങ്കിൽ ഫൈ ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ടി എന്ന് എടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഫൈ ഡാഷിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് ടി ആണ്. അത് സീറോയിൽ ഡിഫൈൻഡ് അല്ല. ഈ ഇൻ്റർവെലിൻ്റെ അകത്ത് സീറോയും വരുന്നില്ലേ. അപ്പോൾ സീറോയിൽ ഇത് ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് ഇതിന് കണ്ടിന്യൂസ് ഫൈ ഡാഷിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് 0 എക്സിസ്റ്റ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് അതിന് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് സീറോയിൽ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ തിയറത്തിൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല.